ബഹുമാനിതരായ മലയാളി പ്രേക്ഷകരെ, ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന പേരിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ പരമ്പരയുടെ 4ാമത് എപ്പിസോഡാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് എപ്പിസോഡിൻ്റെ പരിഭാഷയാണിത്. ഇത് അവതരിപ്പിക്കുന്ന മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് GK ബാബുരാജ് പടപ്പക്കര. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലാണ് എൻ്റെ നാട്. യഥാർത്ഥത്തിൽ ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. അതുകൊണ്ട് 14ാം വയസ്സ് മുതൽ ആ തൊഴിൽ ചെയ്യേണ്ടി വന്നതുകൊണ്ട് എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് എന്നോട് സഹകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇനി ഞാൻ ഈ ചാനലിലെ കണ്ടൻറ്റിലേക്ക് വരാം. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടൻറ്റ് തന്നെയാണ്, അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെ ആരംഭിക്കുന്നത്. എന്താണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം? എന്താണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം? ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏകകക്ഷ മേധാവിത്വം ഉറപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഭീഷണിപ്പെടുത്തി നിർത്തുന്നു. അതുകൊണ്ട് തന്നെ ആ സർക്കാർ സംവിധാനങ്ങളിൽ വിധേയമായി ജീവിക്കുന്നവർ കരുതുന്നത് സർക്കാരിൻ്റെ ശമ്പളം പറ്റി ജീവിക്കുന്നത് കൊണ്ട് സർക്കാരിനെ സേവിക്കണമെന്നാണ്. അതല്ലെങ്കിൽ സർക്കാർ അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കും. ഒന്നുകിൽ ഡിസ്മിസ് ചെയ്യും, അതല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ സംഘടനയും അതിൻ്റെ ചെയർപേഴ്സണും അതിൻ്റെ അംഗങ്ങളും ഗവൺമെൻറ്റിനെതിരെ ഒരക്ഷരം ശബ്ദിക്കില്ല. അവർ മാത്രമല്ല, എല്ലാ കുട്ടികളുടെ സംഘടനകളും സ്ത്രീ സംഘടനകളും ആരും തന്നെ ഗവൺമെൻറ്റിനെതിരെ ഒരക്ഷരം ഉരിയാടില്ല. മാത്രമല്ല, പത്രക്കാരും ചാനലുകാരും ഇത്തരം വാർത്തകൾ അവഗണിക്കുന്നു. അവർക്ക് വേണ്ടത് ചൂടുള്ള വാർത്തകളാണ്. അവർ ചൂടുള്ള വാർത്തകൾക്ക് വേണ്ടി അലയുന്നു. അവർ ഉണ്ടാക്കുന്ന ചൂടുള്ള വാർത്തകളെപ്പറ്റി ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിലെ പ്രമുഖമായൊരു വാർത്താ ചാനൽ ചൂടുള്ള വാർത്ത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയുമായി ഒരുമിച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മാനഭംഗപ്പെടുത്തുന്നു, ബലാത്സംഗം ചെയ്തു, അവർക്ക് കൊണ്ടുനടന്ന് പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള ചൂടുള്ള വാർത്ത ഏകദേശം 2 മാസത്തോളം കാലം അവർ അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കേസ് കോടതിയിലെത്തി. സെഷൻസ് കോടതി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ആ കേസ് നിരീക്ഷിച്ചു. കാര്യകാരണ ബന്ധമില്ലാത്ത നിഗമനമെന്ന് വെളിപ്പെടുത്തി കോടതി ആ കേസ് തള്ളിക്കളഞ്ഞു. അതോടെ ചാനലുകാരുടെ ചൂടുള്ള വാർത്ത അവിടെ അവസാനിച്ചു. ഇതാണ് ചാനലുകാരുടെ വാർത്തയുടെ പിന്നിൽ രഹസ്യം. അതെന്ത് തന്നെ ആയാലും കേരളത്തിൽ ഇന്ന് അനേകം കാമരോഗികൾ ജീവിക്കുന്നു. അവർ നിത്യേന മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് കാമാസക്തരായിത്തീരുന്നു. അവരുടെ കാമാന്ധതയ്ക്ക് വിധേയമായിത്തീരുന്ന നിരവധി കൗമാരക്കാരായ പെൺകുട്ടികൾ ഗർഭം ധരിച്ചു ഒടുവിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, അമ്മ കാമുകൻ കാമുകിയെ കൊല്ലുന്നു, കാമുകി കാമുകനെ കൊല്ലുന്നു, അച്ഛൻ മക്കളെ കൊല്ലുന്നു, മക്കൾ അച്ഛനെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, അമ്മ മക്കളെ കൊല്ലുന്നു, മക്കൾ അമ്മയെ കൊല്ലുന്നു. പ്രിയമുള്ളവരെ, ഇനി ഈ ഇംഗ്ലീഷ് വീഡിയോയിൽ ഞാൻ പറയാതിരുന്ന ചില വിവരങ്ങൾ കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. നമ്മുടെ യുവജനങ്ങളും അല്ലാത്തവരുമെല്ലാം തട്ടിപ്പും തരികിടയും വെട്ടിപ്പും ചതിയും വഞ്ചനയും കള്ളവും കൊലപാതകങ്ങളുമായി കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇത് അവസാനിപ്പിക്കാനാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് കേരള ഹൈക്കോടതി ബെഞ്ച് ഉത്തരവിട്ടത്. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. സെക്ഷൽ എഡ്യൂക്കേഷൻ അഥവാ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ഇണചേരുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളോ
ഉപദേശങ്ങളോ മാത്രമല്ല, അത് കുടുംബ വിദ്യാഭ്യാസമാണ്. ഉത്തമന്മാരായ പൗരന്മാരെയും പൗരകളെയും വളർത്തിയെടുക്കാനുള്ള വിദ്യാഭ്യാസം. അതിൻ്റെ അന്തസ്സത്തെയും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്താദ്യമായി കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അപരിഷ്കൃതമായ ഒരു ജനക്കൂട്ടത്തിൻ്റെ ലൈംഗിക കാടത്തവും അപരിഷ്കൃതത്വവും ഇനിയും തുടരാതിരിക്കാൻ ഈ അന്ധകാരത്തിൽ ഒരു തിരി വെളിച്ചം കത്തിച്ചു വയ്ക്കാനായി ഈ ഉത്തരവ് പുറപ്പെടുവിച്ച് മഹാമനസ്കത തെളിയിച്ച ബെച്ചു കുര്യൻ തോമസ് ലോക ചരിത്രത്തിലെ മഹാനായ ജഡ്ജിയാണ്. അദ്ദേഹത്തിന് ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കേരള ജനതയോട് ഞാൻ പറയുന്നു, നിങ്ങൾ പത്രക്കാരും ചാനലുകാരും ഈ വിഷയം ചർച്ച ചെയ്യണം. മാത്രമല്ല, മനുഷ്യാവകാശ കമ്മീഷനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും സ്ത്രീ സംഘടനകളുമെല്ലാം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടണം ലൈംഗിക വിദ്യാഭ്യാസം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന്. കഴിഞ്ഞ 2 വർഷമായി ഗവൺമെൻറ് ഈ കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതിനർത്ഥം ഈ കേരളം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കണം എന്ന് തന്നെയാണോ ഗവൺമെൻറ് നിലപാട്? അങ്ങനെയാണെങ്കിൽ ആ ഗവൺമെൻറ് നിലപാട് തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ പ്രിയ ജനങ്ങളെ, നമുക്കൊരു ജനകീയ കൂട്ടായ്മയുണ്ടാക്കാം. അതായത് ഗാന്ധിയൻ കൂട്ടായ്മ, ഗാന്ധിയൻ സോഷ്യലിസത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ കഴിയൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കേരളമാകെ പ്രചരിപ്പിക്കണം. കാരണം ഈ അനീതിയും അഴിമതിയിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ, ഗാന്ധിയൻ കൂട്ടായ്മ ഉണ്ടാക്കാൻ നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ നിങ്ങളെ നയിക്കാൻ ഒരു ഗാന്ധിയനായി നിങ്ങളോടൊപ്പം ഞാനുണ്ടാകുമെന്ന് 1000 തവണ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ലാൽ സലാം, ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ജനങ്ങളെ.